ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യവഴി ശുശ്രൂഷയുടെ 17ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് ഈ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ ശുശ്രൂഷ ഞാൻ നടത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കതത്ര മനസ്സിലാകണമെന്നില്ല. കാരണം എല്ലാ ദിവസവും നിങ്ങളുടെ സ്വീകരണ മുറിയിൽ നിങ്ങളുടെ മൊബൈലിൽ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ എത്തുന്നത് കൊണ്ട് നിങ്ങൾ ഓർക്കുന്നത് എളുപ്പത്തിൽ അങ്ങ് വരുന്നതാണ് അല്ല. ഇതിൻ്റെ പിന്നിൽ കുറേയേറെ അധ്വാനമുണ്ട്. പലവട്ടം പല തടസ്സങ്ങളുണ്ടാകും. അതിനെയൊക്കെ അതിജീവിച്ച് കർത്താവ് നടത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് നന്ദിയോടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനെന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇന്ന് നോമ്പ് എടുക്കുന്നുണ്ട് എല്ലാവരും. എനിക്കറിയാം നിങ്ങളൊക്കെ ഗൗരവത്തോടെ നോമ്പ് എടുത്തിട്ടുണ്ട് ഇത്തവണ. അത് പലവിധ കാര്യങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ നോമ്പ് ഐറ്റംസായ ഇറച്ചിയും മീനും മുട്ടയും പാലും ഒക്കെ അല്ലാതെ അതിൽ കൂടുതൽ നോമ്പെടുത്തിട്ടുള്ളവരുണ്ട്. എനിക്കറിയാവുന്ന ചില കുട്ടികളൊക്കെ ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. സിനിമ കാണില്ല, ഗെയിം കളിക്കില്ല എന്ന് തീരുമാനമെടുത്തവരുണ്ട്. നല്ല കാര്യമാണ്. ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ബലഹീനത കാരണം, മറവി കാരണം, പ്രലോഭനം കാരണം ഒന്ന് വീണു പോയാലും പിന്നെ എഴുന്നേക്കണം. ആ നോമ്പ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് സുഖമായിട്ട് അങ്ങ് ജീവിച്ചു പോയാൽ പോരാ, പിന്നെയും നോമ്പെടുക്കുക. പക്ഷെ ഒരു കാര്യം ഇന്ന് അധികമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോണ്ടല്ലോ ഓരോ ആഴ്ച വെച്ചെങ്കിലും ഒരു അധിക നോമ്പും കൂടി എടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ശ്രദ്ധിച്ചേ, നമ്മൾ വിഭൂതിയുടെ ദിവസം ഒരു 5 or 6 കാര്യങ്ങൾ നോമ്പെടുത്തു എന്ന് വിചാരിക്കുക. നോമ്പ് തുടങ്ങിയ ദിവസം ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ആയാസരാഹിത്യമുണ്ട്. എന്ന് വെച്ചാൽ എന്താ, നമുക്കത് എളുപ്പമായി, ആ ഇനീഷ്യൽ സ്ട്രഗിൾ അങ്ങ് കഴിഞ്ഞു. 2 ആഴ്ച കൊണ്ട് നമുക്കിപ്പം ഇതൊന്നും ഇല്ലാതെ പറ്റും. അപ്പോൾ എളുപ്പമായി. എളുപ്പം തോന്നരുത് ഒരിക്കലും. ഇത് എളുപ്പമാണ്, ആയാസരഹിതമാണെന്നൊരിക്കലും തോന്നരുത്. പരിത്യാഗത്തിൻ്റെ ഫീല്, ആ ഞെരുക്കത്തിൻ്റെ ഫീല് നമുക്ക് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? 2 ആഴ്ച ഇത്രയും കാര്യങ്ങൾ എടുത്തു, അത്രയും കാര്യങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ അധിക കാര്യങ്ങൾ നോമ്പെടുക്കണം. അപ്പോഴാണ് നമ്മൾ ആ പീഠാനുഭവ വാരം വരെയും ആ ഞെരുക്കം ഫീൽ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കാരുണ്യവഴി തുടങ്ങിയിട്ട് ഇന്ന് ഈ 17ാമത്തെ ദിവസം ആവശ്യപ്പെടുകയാണ്. ഇതുവരെ എടുത്ത നോമ്പ് വിഭവങ്ങൾ കൂടാതെ, നോമ്പ് കാര്യങ്ങൾ കൂടാതെ 1 or 2 കാര്യങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇന്ന് അധിക നോമ്പായിട്ട് ഉൾപ്പെടുത്തുക. ഇന്ന് 17ാമത്തെ നാൾ തൊട്ട് ഇനി ഈസ്റ്റർ വരെ ഈ കാര്യം കൂടെ നോമ്പിൽ ഉൾപ്പെടുത്തും നമ്മൾ. ഇനി കുറച്ച് കഴിയുമ്പം ഒരു 30ാമത്തെ ദിവസമാകുമ്പോൾ നമ്മൾ അടുത്തത് ഉൾപ്പെടുത്തും. അങ്ങനെ ഉൾപ്പെടുത്തി പോകുമ്പോഴാണ് നമ്മൾ ആ പരിത്യാഗത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുകയും നമ്മളെ തന്നെ പരിവപ്പെടുത്തുകയും ഞെരുക്കി ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നത്. അതാണ് ഈശോ പറയുന്നത്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുമെന്ന് പറയുന്നില്ലേ? ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ നമ്മളെ തന്നെ ചെറുതാക്കിക്കൊണ്ടിരിക്കണം. ആ ചെറുതാക്കുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞ നോമ്പ്. അല്ലെങ്കിൽ നമുക്കൊക്കെ പറ്റുന്നതല്ലേ, ആദ്യമായിരുന്നു ബുദ്ധിമുട്ട് നോമ്പെടുത്ത ദിവസം, പിന്നെ ട്രാക്കിലായി. ഇതിപ്പോൾ എന്ത് സുഖമുണ്ട്, ഇപ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ വയറിന് നല്ല സുഖമുണ്ട്, ഇപ്പോൾ ഒരു സമാധാനമുണ്ട് എന്നൊക്കെ പറയാൻ തുടങ്ങിയില്ലേ? ആ എളുപ്പം തോന്നരുത്, ആ എളുപ്പം ഫീൽ ചെയ്യരുത്. ഇനിയും എന്ന തോന്നൽ ഉണ്ടാകണം. ഇന്ന് ഈ 17ാം നാളിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വിഷയവും നാളത്തെ വിഷയവും റിലേറ്റഡ് ആണ്. ഒരു കോമൺ തലക്കെട്ടിൻ്റെ 2 ഭാഗങ്ങളായിട്ട് വേണം ഇന്നത്തെ ടോക്കും നാളത്തെ ടോക്കും ആരാധനയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കോമൺ വിഷയം എന്താണെന്ന് വെച്ചാൽ, തിന്മയോട് നമ്മൾ സമരസപ്പെടുന്നത്, തിന്മയോട്, പാപത്തോട് നമ്മൾ സഖ്യം ചേരുന്നതിൻ്റെ 2 കാരണങ്ങൾ. ആ 2 കാരണങ്ങളിൽ പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നമ്മളൊക്കെ പാപം ചെയ്തു പോവുകയും തിന്മയോട് കൂട്ടുകൂടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈശോയുടെ പീഡാനുഭവ രംഗത്തിൽ, പ്രത്യേകിച്ച് അവൻ്റെ ആ വിചാരണയുടെ ഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന 2 സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുകയാണ്. തിന്മയോട് നമ്മൾ കൂട്ടുകൂടി പോകുന്ന 2 സാഹചര്യങ്ങൾ. ഇന്ന് ഒന്നാമത്തത് പറയും, നാളെ 2ാമത്തെ സാഹചര്യം പറയും. ഒന്നാമത്തെ സാഹചര്യം ഇങ്ങനെയാണ്. അത് മത്തായിയുടെ സുവിശേഷം എടുക്കാം, ബൈബിൾ എടുക്കാം. 27ാം അധ്യായം 21 ഉം 22 വാക്യങ്ങൾ. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതാണ്, നമ്മൾ ഈശോയുടെ പീഠാനുഭവ രംഗങ്ങളാണ് ഓരോ ദിവസവും ഇങ്ങനെ ധ്യാനിച്ച് പോകുന്നത്. അപ്പോൾ പഴുതില്ലാതെ ഈശോയുടെ പീഠാനുഭവ രംഗങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുകയാണ് ഈ കാരുണ്യ വഴിയിലൂടെ.
അപ്പോൾ മത്തായി 27, 21, 22 വാക്യങ്ങൾ ബൈബിളിൽ എടുക്കുക, അടിവരയിടുക, എൻ്റെ കൂടെ വായിക്കുക. ദേശാധിപതി ആര്? പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, ഇവരിൽ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, ബറാബാസിനെ. പീലാത്തോസ് അവരോട് ചോദിച്ചു, അപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. എന്താ സംഭവിച്ചത്? ഈ ബറാബാസ് ആരാണെന്നും കൂടെ അറിയണ്ടേ? ഒരു ഓപ്ഷൻ വെക്കുകയാണ്. പീലാത്തോസ് ജനത്തിൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ വെക്കുകയാണ്. ഒരു വശത്ത് ബറാബാസ്, ഒരു വശത്ത് ഈശോ. ആരെ വേണം? ആരെ വേണം? എല്ലാവരും കൂടെ പറയുന്നു, ഞങ്ങൾക്ക് ബറാബാസിനെ മതി, ഇപ്പുറത്ത് ഈശോയെയോ ക്രൂശിക്കുക. അപ്പോൾ ബറാബാസ് ആരാണ്? പുറകോട്ട് വന്നേ, പുറകോട്ട് വന്നേ. 15-ാമത്തെ വാക്യം, 27:15. ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധിപതി തിരുനാളിൽ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അന്ന് അവർക്ക് ബറാബാസ് എന്ന പേരുള്ള കുപ്രസിദ്ധനായ ഒരു തടവ് പുള്ളി ഉണ്ടായിരുന്നു. കലാപത്തിൽ കുറേയേറെ പേരെ കൊന്നവനാണ് കുപ്രസിദ്ധനായ ബറാബാസ്. എന്ന് വെച്ചാൽ ഈ ജനം ഒരു സമയത്ത് വെറുത്ത് ഇവരുടെ അഭ്യർത്ഥന പ്രകാരം അധികാരി തടവിലാക്കിയവൻ്റെ പേരാണ് ബറാബാസ്. ഇന്നിപ്പം സംഭവിച്ചേ, ഇന്ന് ഈശോയെ ഇല്ലാതാക്കാൻ മുമ്പ് അവർ ഉപേക്ഷിച്ച ഒരു തിന്മയോട് അവർ കൂട്ടുകൂടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പിക് എന്തായിരുന്നു? നമ്മൾ തിന്മയോട് കൂട്ടുകൂടുന്ന, തിന്മയോട് സമരസപ്പെടുന്ന 2 സാഹചര്യങ്ങളിൽ ഒന്നാമത്തത് ഇന്ന് ചിന്തിക്കുകയാണെന്ന് പറഞ്ഞത്. ഒന്നാമത്തെ സാഹചര്യം, തിന്മയോട് കൂട്ടുകൂടുന്നത്, നന്മയെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ തിന്മയോട് കൂട്ടുചേരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. കൺമുമ്പിലൊരു നന്മ നിപ്പുണ്ട്, ഈശോ മിശിഹ. ആ നന്മയെ ഇല്ലാണ്ടാക്കി കളയാൻ ഇപ്പുറത്ത് ഒരു തിന്മയുമായി അലയൻസ്, ഒരു തിന്മയുമായി നമ്മൾ ഉടമ്പടിയിൽ ഏർപ്പെടുന്നു, ബറാബാസുമായി. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്നുണ്ട്. ഒരു നന്മ, അത് നന്മയാണെന്ന് നമുക്കറിയാം. ഒരു വ്യക്തി അയാൾ നല്ലവനാണെന്ന് നമുക്കറിയാം. അത് നമ്മുടെ വീട്ടിൽ, ഇടവകയിൽ, സമൂഹത്തിൽ, സഭയിൽ നമുക്കറിയാം ഈ വ്യക്തി നല്ലതാണ്. പക്ഷേ ഈ നല്ലതിനെ നമുക്കിഷ്ടമില്ല. നല്ലതാണെന്നറിയാമെങ്കിലും ഈ നല്ലതിനെ നമുക്കിഷ്ടമില്ലാത്തത് കൊണ്ട് ഈ നല്ലതിനെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ തിന്മയുടെ കൂട്ടുപിടിക്കും. ഇത് സംഭവിക്കുന്നുണ്ട്. തിന്മയോട് നമ്മൾ കൂട്ടുചേരുന്ന രീതിയാണിത്. ഇതാണ് അന്ന് ഈശോയുടെ കുരിശു മരണത്തിലും കലാശിച്ചത് എന്നോർത്തേക്കണേ. നമുക്കിടയിൽ ഇത് സംഭവിക്കാൻ പാടില്ല. തിന്മയോട് സമരസപ്പെട്ടിട്ട് ഒന്നും നേടിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. തിന്മയോട് കൂട്ടുകൂടിയിട്ട് ഒന്നും നേടിയെടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വൃഥാവിൽ വിചാരിക്കരുത്. ഇത് കർത്താവ് പണ്ടേ വിലക്കിയിട്ടുള്ള കാര്യമാണ്. വി ഹാവ് നോ അലയൻസ് വിത്ത് ഈവിൾ. തിന്മയോട് കൂട്ടുകൂടി നമുക്കൊരു സമരമുറയുമില്ല, നമുക്കൊരു വിപ്ലവവുമില്ല, നമുക്കൊന്നും നേടിയെടുക്കാനുമില്ല. എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കില്ല. ക്രിസ്തീയ ചിന്തയിൽ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കില്ല. ഒരു നല്ല ലക്ഷ്യം സാധിച്ചെടുക്കാൻ എന്നുള്ള വ്യാജേന ഒരു തിന്മയോടും കൂട്ടുകൂടാൻ നമുക്ക് അവകാശമില്ലെന്ന് ഓർത്തേക്കണേ. ബൈബിൾ എടുക്കാം. ദിനവൃത്താന്തം 2-ാം പുസ്തകം, ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 2-ാം വാക്യം. അവിടെ യഹോഷാഫാത്ത് രാജാവിനെ ഒരു ദീർഘദർശി, ഒരു പ്രവാചകൻ യേഹൂ വന്ന് ശാസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണത്: അപ്പോൾ ഹനാനിയുടെ മകനായ യേഹൂ ദീർഘദർശി അവനെ കാണുവാൻ ചെന്നു, യഹോഷാഫാത്ത് രാജാവിനെ. അവൻ രാജാവിനോട് പറഞ്ഞു, നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ? നീ അധർമ്മികളെ സഹായിക്കുകയും, ഇവിടെ നോക്കിക്കേ, നീ ബറാബാസിനെ സഹായിക്കുകയും കർത്താവിനെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നെവർ, വി കാൺട്ട് ഡു ദാറ്റ്. എന്നിട്ട് പറയുന്നത്, നിന്റെ ഈ പ്രവൃത്തി മൂലം കർത്താവിൻ്റെ ക്രോധം നിനക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, തിന്മയോട് നമുക്ക് കൂട്ടുവേണ്ട. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്കിക്കേ.
വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്കുകയെ, നമ്മുടെ ചില കൂട്ടുകെട്ടുകൾ എ കൈൻഡ് ഓഫ് ഈവിൾ അലയൻസ് അല്ലേ? തിന്മയുടെ സഖ്യം ചേരൽ നമ്മളിൽ നടന്നിട്ടില്ലേ? എന്തിനെയോ ഇല്ലാണ്ടാക്കാൻ, എന്തോ സ്വാർത്ഥ നേട്ടം സ്വന്തമാക്കാൻ, എന്തോ കൊള്ളലാഭം സ്വന്തമാക്കാൻ, എന്തോ കെട്ട കാര്യം നടപ്പിലാക്കാൻ, ചില പാപത്തോട്, ചില തിന്മയോട് നമ്മൾ കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടില്ലേ? അപ്പോൾ ഓർക്കണേ, ഇതേ വൃത്തികെട്ട കൂട്ടുകെട്ടാണ് അന്ന് ബറാബാസിനെ വിട്ടയക്കാൻ യഹൂദജനം നിലവിളിച്ചപ്പോൾ സംഭവിച്ചത് എന്നോർക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം, ബൈബിൾ വീണ്ടും എടുക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അടുത്ത വാക്യമാണ് ഏറ്റവും കീ നോട്ട്. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതരുത്. ഈ ജനം സഖ്യമെന്ന്, കൂട്ടുകാരെന്ന്, അലയൻസ് എന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ കൂട്ടുകാരായി, സഖ്യമായി കരുതരുത്. നമുക്കിന്നത് പറ്റിയിട്ടുണ്ട്. ഇത് വേറൊരു മാനമുണ്ട്. തിന്മയെ കൂട്ടുപിടിക്കുന്നു, നന്മയെ ഇല്ലാണ്ടാക്കാൻ. വേറൊരു രീതിയിലുള്ളതെന്നറിയാമോ? നമ്മുടെയൊക്കെ നാട്ടിൽ പറയത്തില്ലായിരുന്നോ, ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയത്തില്ലേ? അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമുക്കൊരു ശത്രുവുണ്ട്. ആ ശത്രുവിനെ ഇല്ലാണ്ടാക്കാൻ, ആ ശത്രുവിനെ തപ്പിയെടുത്തിട്ട് ആ ശത്രുവുമായിട്ട് നമ്മൾ കൂട്ടുകൂടും. ഇതും ഈശോയുടെ പീഠാനുഭവ രംഗത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 12-ാം വാക്യം. ലൂക്ക 23:12 എടുക്കാം. ലൂക്ക 23:12. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അന്ന് മുതൽ ഹേറോദോസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. രണ്ടുപേരും കണക്കാണ്. പിന്നെ എന്താ പറ്റിയേ? രണ്ടുപേർ തമ്മിൽ ശത്രുതയായിരുന്നു, ഹേറോദോസും പീലാത്തോസും തമ്മിൽ. ഇപ്പോൾ ഈശോയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും തമ്മിൽ കൂട്ടുകാരാവുകയും ആ സൗഹൃദം തുടരുകയും ചെയ്തു. നന്മയെ ഇല്ലാണ്ടാക്കാൻ കൂടുന്ന കെട്ട സൗഹൃദങ്ങളുടെ എണ്ണമേറുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടിലുള്ള ആരോ ഒരുത്തൻ നല്ലതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരു നല്ലവനുണ്ട്, നമ്മുടെ സഭയിൽ ഒരു നല്ലവനുണ്ട്, സമൂഹത്തിൽ ഒരു നല്ലവനുണ്ട്. അവനെ ഇല്ലാണ്ടാക്കാൻ തിന്മയുമായി കൂട്ടുകൂടി സഖ്യം ചേർന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ കെട്ട പ്രവർത്തികളും ദൈവദൃഷ്ടിയിൽ നീചമാണെന്ന് ഓർത്തേക്കണേ. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടട്ടെ. ആ തിരിച്ചറിവിനെ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥനയാക്കാം. ഇന്നലത്തെ ഹോംവർക്ക് ചെയ്തോ? ഇന്നലത്തെ അല്പം കട്ടി ഹോംവർക്കായിരുന്നു. എന്തൊക്കെയായിരുന്നു ഇന്നലത്തെ ഹോംവർക്ക്? ചെയ്യാൻ മറന്നുപോയവർക്ക് വേണ്ടിയിട്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമത്തത് ഇന്നലെ പറഞ്ഞത്, നമ്മുടെ പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടുത്തുന്ന ഒരു പാപത്തിൽ നിന്ന് വി മസ്റ്റ് സ്റ്റെപ്പ് ബാക്ക്, നമുക്ക് പുറകോട്ട് മാറണം. രണ്ടാമത് പറഞ്ഞത്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഒരു ശരിയും തെറ്റി നിൽക്കുമ്പോൾ ഡിപ്ലോമസി എടുക്കാതെ നേരെ കാര്യം പറയണം. അത് തെറ്റാ കേട്ടോ, അത് ശരിയാണ് എന്ന് ഒരാളോടെങ്കിലും പറയണമെന്നായിരുന്നു. ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഹോംവർക്ക് നമുക്കിഷ്ടമില്ലാത്ത നന്മയാണ് നമുക്കിഷ്ടമില്ല. നമ്മുടെ അമ്മായിമ്മയായിരിക്കാം, നമ്മുടെ മരുമോളായിരിക്കാം, നമ്മുടെ കൂടപ്പറപ്പായിരിക്കാം. നന്മയുണ്ട് അവൾക്ക് നന്മയുണ്ട്, നമുക്കറിയാം. നമ്മുടെ അയൽപ്പക്കക്കാരനായിരിക്കും, ഒരു ബേസിക് നന്മയുണ്ട് അവന്. പക്ഷെ നമുക്കവനെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവനെ തകർക്കാൻ, അവനെ ഇല്ലാണ്ടാക്കാൻ നമ്മളുണ്ടാക്കിയ ഏതൊക്കെയോ കൂട്ടുകെട്ടുകളില്ലേ? അത്തരം കെട്ട കൂട്ടുകെട്ടുകളെ ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിക്കുക. നന്മ പുറപ്പെടുവിക്കാത്ത സൗഹൃദങ്ങളിൽ നിന്ന് പുറകോട്ട് മാറുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ കൂട്ടുകാരുടെ ലിസ്റ്റായി ഓർത്തെടുക്കേണ്ടത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ ലിസ്റ്റ് ഓർത്തെടുക്കുക. ഈ സൗഹൃദത്തിൽ നിന്ന് നന്മയുണ്ടാകുന്നുണ്ടോ? നന്മ കൊണ്ടുവരാത്ത സൗഹൃദങ്ങളിൽ നിന്ന് പുറകോട്ട് മാറുക. ആ വിചാരത്തോടെ, ആ തീരുമാനത്തോടെ ഇന്നത്തെ ആരാധനയിൽ ഈശോയുടെ മുമ്പാകെ നമുക്ക് മുട്ടുമേ നിൽക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. നമ്മുടെ കൂട്ടുകാരിൽ നന്മ പുറപ്പെടുവിക്കാത്ത സൗഹൃദങ്ങളെ ഒഴിവാക്കുക.
പ്രാണൻ പോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരേക്കാളും വിശ്വസ്തനായോനേ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ, അങ്ങേ പോലെ വേറാരുമില്ലേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരേക്കാളും വിശ്വസ്തനായോനേ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ, അങ്ങേ പോലെ വേറാരുമില്ലേ. പ്രാണൻ പോലും ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഈശോയെ, രക്ഷക, നിനക്ക് ആരാധന. കർത്താവേ, കാരുണ്യ വഴിയുടെ 17-ാം നാൾ തിരുമുമ്പാകെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ നീ ഞങ്ങൾക്ക് കനിവോടെ നൽകുന്ന നിന്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അധികമായി അനുഭവപ്പെടുന്നുണ്ട് നീ കൂടെ ഉണ്ടെന്ന്, നീ കരം പിടിക്കുന്നുണ്ടെന്ന്. ആ ദൈവ സാന്നിധ്യ അനുഭവത്തെ ഓർത്ത് ഈശോയെ നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, പ്രത്യേകമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാനാവാതെ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ തിരുമുമ്പാകെ ഇരിക്കുന്ന അവരുടെ മാതാപിതാക്കളെ പ്രത്യേകം ഓർക്കുന്നു. ഈശോയെ, ആ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾക്ക് നീ കനിവോടെ ഉത്തരം നൽകണമേ. പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷാകാലമാണ്. ഒരു പഠിച്ചൊരുങ്ങി പരീക്ഷയ്ക്ക് എത്തുമ്പോൾ കർത്താവേ, നിൻ്റെ ആത്മാവിൻ്റെ വലിയ അഭിഷേകം കൊണ്ട് കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. നന്നായി പഠിക്കുവാൻ, ഭയമില്ലാതെ പരീക്ഷയ്ക്കണയുവാൻ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ബലപ്പെടുത്തണമേ എന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്ന് ഞങ്ങൾ ചിന്തിച്ച കാര്യം യഹൂദരുടെ ഒരു ശൈലിയെ ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ വിപ്ലവത്തിൽ കൊലപാതകം നടത്തി ജയിലിലടയ്ക്കപ്പെട്ട ബറാബാസ് എന്ന കുറ്റവാളി ഇപ്പോൾ
ഈശോയെ ഏതു വിധേനയും അകത്താക്കാൻ, ഈശോയെ ഏതു വിധേനയും ശിക്ഷയ്ക്ക് വിധേയനാക്കാൻ അവർ കണ്ടെത്തിയ ഉപാധി ബറാബാസിനെ വിമോചിപ്പിച്ച് ഈശോയെ ശിക്ഷിക്കുക. അതുകൊണ്ടാണല്ലോ കർത്താവെ ആ ജനം അന്ന് അലമുറയിട്ടത് ബറാബാസിനെ വിട്ടുതരിക, ഈശോയെ ക്രൂശിക്കുക എന്ന്. കർത്താവേ, ഈ ശൈലി ഞങ്ങളിലുമുണ്ട്, ഞങ്ങളുടെ കാലഘട്ടത്തിലുമുണ്ട്. അപ്രിയമായ ഒരു സത്യത്തെ, എനിക്ക് പ്രിയമില്ലാത്ത ഒരു നേരിനെ ഇല്ലാണ്ടാക്കിക്കളയാൻ തിന്മയുടെ കൂട്ടുപിടിക്കുന്ന ശൈലി. ഈശോയെ, നീ അവർക്ക് അപ്രിയ സത്യമാണ്, നീ നേരാണെന്ന് അവർക്കറിയാം. പക്ഷേ നിന്നെ ഇല്ലാണ്ടാക്കാൻ അവർ മുൻകാലത്ത് ഉപേക്ഷിച്ച ഒരു തിന്മയെ, ബറാബാസിനെ അവർ കൂട്ടുപിടിക്കുകയാണ്, ചേർത്ത് പിടിക്കുകയാണ്. ഈശോ, ഞങ്ങളുടെ ജീവിതങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുള്ള ചില സത്യങ്ങളെ, ചില നേരിനെ, അത് ഞങ്ങൾക്കിഷ്ടമില്ല എന്നൊറ്റ കാരണത്താൽ, എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, കഴിയുന്നില്ല എന്നൊറ്റ കാരണത്താൽ അതിനെ ഇല്ലാണ്ടാക്കാൻ ഒരു പക്ഷേ ഒരു വ്യക്തി, ഒരു സംവിധാനം, ഒരു ബന്ധം, ഒരു അധികാരി, ആരുമാകട്ടെ, എൻ്റെ മുമ്പിലുള്ള എനിക്ക് പ്രിയമില്ലാത്ത സത്യത്തെ, നേരിനെ ഇല്ലാണ്ടാക്കാൻ ഞാൻ തിന്മയുടെ കൂട്ടുപിടിച്ച നേരങ്ങളുണ്ട് കർത്താവേ. ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു, അത് ഞാൻ ചെയ്തപ്പോഴൊക്കെ ഞാനും ബറാബാസിനെ വിട്ടുതരാൻ നിലവിളിച്ച യഹൂദരുടെ ശൈലിയാണ് സ്വീകരിച്ചതെന്ന്. കർത്താവേ, നീ എന്നെ തിരുത്തണേ. കർത്താവേ, നീ എന്നെ തിരുത്തണേ. ക്ഷണിക നേട്ടങ്ങൾക്ക് വേണ്ടി, ക്ഷണിക വിജയങ്ങൾക്ക് വേണ്ടി മുൻകാലത്ത് ഞാൻ ഉപേക്ഷിച്ച പാപങ്ങളെ ഞാൻ വീണ്ടും തേടിപ്പോകാതിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ട് ഈശോയെ, ഞാൻ വേണ്ടെന്ന് വെച്ച, പടിക്ക് പുറത്താക്കിയ ചില പാപചായ്വുകൾ. പക്ഷേ വീണ്ടും ഞാനതിനെ തേടിപ്പോവുകയാണ്, എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് കൊതിച്ച്. കർത്താവേ, ഈ വിപത്ത്, ഈ അപകടം ഞങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ തക്കവിധം നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇതുപോലെ ക്രൂശിക്കപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുടെ സങ്കടങ്ങളെ ഞങ്ങൾ പ്രാർത്ഥനയാക്കുന്നു. ഈശോയെ, നിന്നെപ്പോലെ നേരിൻ്റെ സാക്ഷ്യം വഹിച്ചിട്ട്, സത്യം പറഞ്ഞതിൻ്റെ പേരിൽ, സത്യം ജീവിച്ചതിൻ്റെ പേരിൽ പീഡനങ്ങൾക്ക് വിധേയരാകുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഈശോയെ, നേര് പറഞ്ഞു പോയി, സത്യം പറഞ്ഞു പോയി. അപ്പോൾ ആ നേരു കേൾക്കേണ്ടവർ, ആ സത്യം തിരിച്ചറിയേണ്ടവർ, ഈ സത്യത്തെ ഇല്ലാണ്ടാക്കാൻ തിന്മയുടെ കൂട്ടുപിടിക്കുന്ന കാഴ്ച ഞങ്ങളുടെ കാലത്തുമുണ്ട്. ഈശോ, നിൻ്റെ കരുണ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കാലത്തെയും നീ തിരുത്തണേ. ദൈവജനമേ, നമ്മളിലൊക്കെ ഒളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന ഈ വലിയ വിപത്തിനെ തിരിച്ചറിഞ്ഞ്, ഈ അപകടത്തെ തിരിച്ചറിഞ്ഞ് ദിവ്യകാരുണ്യ സന്നിധിയിൽ അവൻ്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ തടവറയിലാക്കപ്പെട്ടു പോകുന്ന സത്യങ്ങളെ നമുക്കോർക്കാം. തടവറയിൽ അടയ്ക്കപ്പെട്ടു പോകുന്ന നേരിൻ്റെ സാക്ഷ്യങ്ങളെ നമുക്കോർക്കാം. ഒപ്പം അത്തരം ഞെരുക്കങ്ങളിലൂടെ നമ്മൾ കടന്നുപോയ കാലങ്ങളെ ഓർക്കാം. നമ്മളായിട്ട് മറ്റുള്ളവരിലെ സത്യത്തെ തല്ലിക്കെടുത്തിയ, നന്മയെ ഇല്ലാണ്ടാക്കി കളഞ്ഞ നേരങ്ങളെ ഓർക്കാം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് തിരുമുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയാൽ പുതിയണമേ, നിൻ കരുണയാൽ പുതിയണമേ, കരുണയാൽ പുതിയണമേ, നിൻ കരുണയാൽ പുതിയണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും
ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ,
പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഇന്ന് ഈ ആരാധനയുടെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ ലളിതമായ എന്നാൽ ഗൗരവമുള്ളൊരു പ്രാർത്ഥന നമുക്ക് തിരുമുമ്പാകെ സമർപ്പിക്കണം. ഈശോയേ, ഈശോയേ, എനിക്കെത്ര നഷ്ടമുണ്ടായാലും, എനിക്കെത്ര കോട്ടം ക്ഷീണം വന്നാലും, ഞാൻ ഒരിക്കലും നന്മയെ, സത്യത്തെ പണയം വെച്ചിട്ട് പാപത്തെ പുൽകുന്നവളായി മാറാതിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സത്യത്തെ, നന്മയെ പണയം വെച്ചിട്ട് പാപത്തെ, തിന്മയെ പുൽകുന്നവളായി ഞാൻ മാറാതിരിക്കട്ടെ. ഈശോയെ, അതിനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോ നിന്റെ ആശീർവാദത്തിനായി ഞാൻ ഒരുങ്ങുന്നു. കരുണയാ പുതിയണമേ, നിൻ കരുണയാ പുതിയണമേ, കരുണയാ പുതിയണമേ, നിൻ കരുണയാ പുതിയണമേ. സ്നേഹത്താൽ നിറയ്ക്കണമേ, നിൻ സ്നേഹത്താൽ നിറയ്ക്കണമേ, സ്നേഹത്താൽ നിറയ്ക്കണമേ, നിൻ സ്നേഹത്താൽ നിറയ്ക്കണമേ. പ്രാണൻ പോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നീശുവേ.